ഹലോ ഗായ്സ്, നമ്മൾ പെട്ടെന്നായിരുന്നു ഒരു തീരുമാനം എടുത്തത് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലെ 2 ട്രെയിൻ ഉണ്ടായിരുന്നു എറണാകുളത്തേക്കുള്ള. ആ 2 ട്രെയിനും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് പോയത്. അപ്പോൾ ബസ്സിനാണ് ഗുരുവായൂരിൽ ബസ്സിനാണ് തൃശ്ശൂരേക്ക് പോയത്. തൃശ്ശൂരിൽ നിന്നായിരുന്നു എറണാകുളത്തേക്കുള്ള ട്രെയിൻ, അതായത് തൃപ്പൂണിത്തുറയിലേക്കുള്ള ട്രെയിനിനാണ് നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് പോകുമ്പോൾ പോകേണ്ടത്. അപ്പോഴേ നമുക്ക് അവിടെ നിന്ന് അധികം ദൂരമില്ല. നമ്മൾ തൃശ്ശൂർ 3:30 എത്തിയിരുന്നു. ട്രെയിൻ 5:15 തന്നെ നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ഹാളിലോട്ട് പോയി കേട്ടോ. ഇവിടുത്തെ വെയിറ്റിംഗ് ഹാളിന് 30 രൂപയാണ് ഒരു മണിക്കൂറേക്ക് ഒരാൾക്ക് ചാർജ്. എങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത് കേട്ടോ. തൃശ്ശൂർ വെയിറ്റിംഗ് ഹാൾ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമുക്ക് ട്രെയിൻ വന്നു. ചീറ്റൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 7:40 ആയപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് കേട്ടോ. നമ്മളല്ലെങ്കിൽ എറണാകുളത്ത് വന്നിട്ട് എറണാകുളം വഴിയാണ് പോവാറ്. അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറ വന്ന് പോകുമ്പോൾ അത്ര വലിയ ദൂരമില്ല. നമ്മളവിടെ നിന്ന് ടാക്സിയിലാണ് പോയത്. ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ കിച്ചു എന്തൊക്കെയോ ഇങ്ങനെ കിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചു ഭയങ്കര ഹാപ്പിയിലായിരുന്നു. കിച്ചുവിൻ്റെ നിർബന്ധമായിരുന്നു ചോറ്റാനിക്കര പോകണം എന്നുള്ളത് തന്നെ. അപ്പോൾ നമ്മൾ ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ കഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ PPG ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അവിടെ ആ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിന് തൊട്ടടുത്താണ് ഈ ഹോട്ടൽ വരുന്നത്. ഇവിടെ റൂം എന്ന് പറഞ്ഞാൽ 1300 മുതലാണ് സ്റ്റാർട്ടിങ്. 1300 എയർ കണ്ടീഷൻ അടക്കമുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾക്ക് താക്കോല് തന്നു. നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോയി. റൂമിൽ പോയിട്ട് വേഗം കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകണം. അതിനുള്ള തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ വേഗം തന്നെ റൂം തുറക്കുന്നതിനിടയിൽ കിച്ചു പറഞ്ഞു, താക്കോൽ എനിക്ക് തരണം, എനിക്ക് അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നത് കാണണം, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കിരികിരിയാക്കിക്കൊണ്ട് പോകാമെന്ന് റൂമിലേക്ക് പോയത് തന്നെ. അപ്പോൾ ഒരു ഇത് വെച്ചിട്ടാകുമ്പോൾ കത്തുന്നില്ല. അപ്പോൾ രണ്ടും കൂടി വെച്ചിട്ടാകുമ്പോൾ കത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് 3 പേർക്ക് കിടക്കാൻ പറ്റുന്നൊരു ബെഡാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. AC ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 റൂം എടുത്തത്. അവർ 2 പേരുണ്ട്. വേറെ കിച്ചുവിൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്ണറാണ്. അപ്പോൾ നമ്മൾ വേഗം കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി തയ്യാറെടുത്തു. അപ്പോൾ നേരെ നമ്മൾ ലിഫ്റ്റിൽ കയറി ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ നടന്നുകൊണ്ടാണ് പോയത്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. കുളിച്ച് വരുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കിച്ചു പറയുന്നുണ്ട് എനിക്ക് തണുക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിൽ പോകണം എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു കിച്ചുവിന്. അപ്പോൾ തന്നെ നമ്മൾ വേഗം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പൂക്കടയിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു, ഈ സമയത്ത് പൂ വാങ്ങിച്ച് വെക്കണ്ട, രാവിലെ വാങ്ങിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുരുതി പൂജേൻ്റെ സമയമായിരുന്നു അത്. കുരുതി പൂജ രാത്രി 8:30 മുതൽ 9:30 വരെയാണ് സമയം കേട്ടോ. കുരുതി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ നട അടക്കും. കുരുതി പൂജയാണ് ലാസ്റ്റ് ചോറ്റാനിക്കര അമ്പലത്തിലെ പൂജ. അതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല. നമ്മൾ എന്നിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലെത്തി. അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ മുളകളും അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെ നമുക്ക് മൊബൈൽ ക്യാമറ അലൗഡ് ഉള്ളൂ. അങ്ങോട്ട് ഒരു സംഭവവും വീഡിയോ പകർത്താൻ പാടില്ല എന്നുള്ള നിയമം ഇപ്പം കുറച്ച് നാളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് തൊഴുതു. കുറച്ച് സമയം അമ്പലത്തിൻ്റെ പരിസരത്ത് ഇരുന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ബിരിയാണിയാണ് പറഞ്ഞത്. അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് കുട്ടികൾ വിശന്നതുകൊണ്ട് ആദ്യം ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഒട്ടും കൊള്ളില്ലാത്ത ഭക്ഷണമായിരുന്നു അടുത്തത്. കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്ത തരം ഒരു ഫ്രൈഡ് റൈസും ബിരിയാണിയായിരുന്നു. എന്താ പറയുക, കുറേ മധുരവും കുറേ ഉപ്പും വാരിയിട്ട ഒരു ബിരിയാണി. സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല. ജ്യൂസ് പിന്നെ കുഴപ്പമില്ല, കുടിക്കാൻ പറ്റും. അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടാണ് പോയത്. കുട്ടികളുടെ കാര്യം അറിയാമല്ലോ, നമ്മളെന്ത് ചെയ്യുമ്പോൾ അവരങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ എണീച്ചിട്ട് നമ്മൾ വേഗം കുളിച്ച് റെഡിയായി. 5 മണിക്ക് മുന്നേ എണീച്ചു, പക്ഷേ റെഡിയായി വരുമ്പോഴത്തേക്ക് 6 മണിയായി.
മൂന്നാളും കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് 6 മണിയായി. അപ്പോൾ അവർ രാവിലെ വരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഉറങ്ങി. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് പോയത്. പിന്നെ എന്നിട്ട് നമ്മൾ വേഗം രാവിലെ തന്നെ വേഗം ഒരു 6 മണിയായിട്ടുണ്ടാവും നമ്മൾ ഇറങ്ങുമ്പോൾ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അതിനടുത്തൊരു ശ്രീനാരായണ ഗുരുസ്വാമീൻ്റെ ഒരു അമ്പലമുണ്ട്. നമ്മൾ തലേ ദിവസം അമ്പലത്തിൽ പോയി തൊഴുത് വരുന്ന വഴിക്കാണ് അത് കണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ കയറണം എന്നുണ്ടായി. അപ്പോൾ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് അമ്പലവും ഈ റൂമും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കുന്നതിനിടക്കാണ് ഈ അമ്പലം വരുന്നത് കേട്ടോ, ശ്രീനാരായണ ഗുരുസ്വാമീൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ കയറി തൊഴുതിട്ട് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവാം എന്നുള്ള ഇതിലാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. എന്നിട്ട് നേരെ ആ അമ്പലത്തിലേക്ക് പോയി അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഭണ്ഡാരത്തിൽ പൈസയും ഇട്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവർ അമ്പലത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് വരാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാനെന്ത് ചെയ്തു, അതിനടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനടുത്ത് കുറച്ച് പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ വീഡിയോ എടുക്കണം തോന്നി. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എൻ്റെ മക്കളിങ്ങനെ കിരികിരി കളിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും വീഡിയോ ക്യാമറ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ വേഗം തൊഴുതിട്ട് തിരിച്ച് വന്നു. ഞങ്ങൾ അതിന് ശേഷം ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് ആടെയും തൊഴുതു, നന്നായി പ്രാർത്ഥിച്ചു. ഇത് ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട പൂവാണ് കേട്ടോ. ഇതിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കണം തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ പ്രാർത്ഥിച്ച് തിരിച്ച് വരുമ്പോൾ ഞാൻ ലൈവൊക്കെ ഇട്ടു. അപ്പോൾ ലൈവ് ഇട്ടുതരാം, മോള് എടുത്തതാണ് ഈ വീഡിയോസൊക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ 12 മണീൻ്റെ പൂജയും കൂടി തൊഴുതിട്ടേ തിരിച്ച് വരാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. ചോറ്റാനിക്കര അമ്പലത്തിൽ പോയാൽ 3 പൂജ തൊഴണം കേട്ടോ. അപ്പോൾ ഉച്ചക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് ചോറ് കഴിച്ചു, അവിടെ തന്നെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന്. കുഴപ്പമില്ല, സാധാരണ നമ്മളെ കേരള ഫുഡായിരുന്നു. പക്ഷേ കിച്ചു ഒരു കറി പോലും തൊട്ടിട്ടില്ല, വെറും പച്ച ചോറും പപ്പടവും. ഓളങ്ങനെയാണ് മെയിനായിട്ട്. ഓൾക്ക് കറികളൊന്നും ഓൾ കൂട്ടൂല, ഇപ്പോഴും എരിവുള്ളതൊന്നും കഴിക്കുകയും ചെയ്യുന്നില്ല. അതിന് എത്ര പറഞ്ഞാലും വേറെ പുറത്ത് ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിയാൽ എത്ര എരിവുണ്ടെങ്കിലും കഴിക്കും. പക്ഷേ വീട്ടിലത്തെ ഫുഡ് എരിവാന്ന് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. എന്നിട്ട് ആദ്യം ചീത്ത പറഞ്ഞിട്ടാണ് ആ ചോറ് മുഴുവനും കഴിച്ച് തീർത്തത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് അവൻ കിച്ചു ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ബൊമ്മ വാങ്ങിപ്പിച്ചു ആയിരുന്നു. ഈ ബൊമ്മ വാങ്ങി ഒറ്റ ദിവസമേ ഉണ്ടാവും, അതിൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാവില്ല അത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വേറൊരു അമ്പലത്തിലും കൂടി പോയിട്ട് അവിടെ നിന്ന് എറണാകുളം നോർത്ത് നിന്ന് നമ്മൾ ട്രെയിൻ കയറി തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്കുള്ള ട്രെയിൻ കയറിയിട്ട് 8:15 ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് അത് അവൈലബിൾ ആയത് കേട്ടോ. അപ്പം ഈ ട്രെയിൻ നമുക്ക് ഒത്തിരി ഉപകാരമാണ്. നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോൾ 5:30 6 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ 11 മണി വരെ നമ്മൾ ഇരിക്കലുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ വന്നതോടുകൂടി ആ ഒരു ഇത് മാറിക്കിട്ടി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.